ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. രജനികാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് ഒരുക്കുന്ന കൂലി റിലീസിന് ഒരുങ്ങുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് രജനി ആരാധകർ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. എന്നാൽ കൂലിക്ക് മുമ്പ് രജനികാന്തിനെ വില്ലനാക്കി മറ്റൊരു കഥ ആലോചിച്ചിരുന്നുവെന്ന് ലോകേഷ് കനകരാജ് പറയുന്നു. രജനികാന്ത് യെസ് പറഞ്ഞ കഥ പിന്നീട് താൻ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രജനി സാറിനെ വെച്ച് മറ്റൊരു കഥ ഞാൻ ആലോചിച്ചിരുന്നു. അതൊരു ഫാന്റസി ലേണറിലുള്ള സിനിമയായിരുന്നു. രജനി സാർ ആയിരുന്നു ആ കഥയിലെ വില്ലൻ. നായകനായി ഞാൻ മറ്റൊരാളെ അന്വേഷിച്ചിരുന്നു. രജനി സാറിനെ ആ കഥ ഇഷ്ടപ്പെടുകയും യെസ് പറയുകയും ചെയ്തിരുന്നു. ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷന് തന്നെ 2 വർഷത്തോളം വേണ്ടിവരുമെന്നതിനാൽ ഞാൻ ആ കഥ മാറ്റിവെച്ചു. രജനി സാറിന്റെ പീക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, ഞാനും ആ സമയം കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു, ലോകേഷ് കനകരാജ് പറഞ്ഞു. അതേസമയം കൂലി ഓഗസ്റ്റ് 14-ന് പുറത്തിറങ്ങും. സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകരിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. കൂലിയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷം രജനികാന്ത് തന്നെ കെട്ടിപ്പിടിച്ചെന്നും മണിരത്നം ചിത്രമായ ദളപതി കണ്ടതുപോലെ തോന്നിയെന്നും പറഞ്ഞതായി ലോകേഷ് കനകരാജ് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.